Hi dear students, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസിൻ്റെ ലെക്ചർ സീരീസുകൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഇന്നത്തെ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോളും അതിൻ്റെ പ്രാക്ടീസസുകളും സ്ട്രാറ്റജീസുകളെ കുറിച്ചിട്ടാണ്. എന്താണ് ഒരു ഇൻഫെക്ഷൻസുകൾ, എന്തുകൊണ്ടായിരിക്കും ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസുകൾ ഹോസ്പിറ്റൽസിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്? ഇതിനെല്ലാം നമ്മൾ WHO ഇല്ലെങ്കിൽ ഡിഫറെൻറ്റ് നാഷണൽ ഇൻ്റർനാഷണൽ ബോഡീസുകൾ വളരെ ഫോക്കസ് ചെയ്ത് പ്രോപ്പർ ഗൈഡ് ലൈൻസുകൾ പുറപ്പെടുവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? നമുക്ക് നോക്കാം. നമ്മുടെ ക്ലാസ്സസിൽ ഇതിനെല്ലാം നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ആൻസേഴ്സ് ലഭിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻട്രൊഡക്ഷൻസിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസുകൾ, ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനും വിസിറ്റേഴ്സിനെയൊക്കെ ക്രോസ് കണ്ടാമിനേഷൻസുകൾ വഴിയോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് രീതിയിൽ നിന്നും ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിനെ പ്രോപ്പറായിട്ട് നമ്മൾ ഗൈഡ് ലൈൻസുകളും പ്രോപ്പർ പ്രാക്ടീസസും സ്ട്രാറ്റജീസും വച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽസുകൾ തന്നെ ഒരു ഇൻഫെക്ഷൻസിൻ്റെ ഹോട്ട്സ്പോട്ടായി മാറിയിരിക്കാം. ഇതിന് പ്രോപ്പറായിട്ടുള്ള ഒരു സൊല്യൂഷൻസുകൾ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രാറ്റജീസുകൾ വേണം. ഇതിൻ്റെ പ്രാക്ടീസസുകളും ഗൈഡ് ലൈൻസുകളും നമ്മൾ പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഹ്യൂമൻ റേസിനെയും എൻവയോൺമെൻറ്റിനെയും കൂടെയാണ് ഹെൽപ്പ് ചെയ്യപ്പെടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് ഒരു ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്നുള്ളത്? അപ്പോൾ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും പൊതുവേ കേട്ടു വരുന്നതാണ്. എന്താണ് നിങ്ങളുടെ കൺസെപ്റ്റിൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ ഇൻവേഡ് ചെയ്യുകയും അതിൻ്റെ ഗ്രോത്ത് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഇൻഫെക്ഷൻസുകൾ എന്ന് പറയുന്നത്. ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഇൻവേഷൻസുകൾ പല രീതികളിലാകാം. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് നമുക്കതൊരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസുകളായി മാറുന്നത്. അപ്പം ഒരു ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസിന് നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻസുകൾ എന്നും പറയും. അതായത് സ്പ്രെഡ് ചെയ്യപ്പെടുന്ന ഇൻഫെക്ഷൻസുകൾ. ഈ ഇൻഫെക്ഷൻസുകൾ ലഭിക്കാൻ പോകുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള സ്റ്റേൻ്റെ സമയത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താകാം, ഇങ്ങനെയുള്ള അക്വയർഡ് ചെയ്യുന്ന ഇൻഫെക്ഷൻസുകളെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അക്വയർഡ് ഇല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസുകൾ എന്ന് പറയും. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽസ് പേഷ്യൻസുകൾ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ അവരുടെ കണ്ടീഷൻസുകൾ വേഴ്സനോ ഇല്ലെങ്കിൽ ഒബ്സർവേഷൻസുകളോ ആവശ്യമായത് കൊണ്ടാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടുന്ന ഒരു ഇൻഫെക്ഷൻസുകൾ അവരുടെ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ ഒന്നുകൂടെ വേഴ്സൻ ചെയ്ത് അവരുടെ ഹോസ്പിറ്റൽ സ്റ്റേസുകൾ ലെങ്തൻ ചെയ്യാനും ഇല്ലെങ്കിൽ അത് ഈവൻ ഫേറ്റൽ കണ്ടീഷൻസിലോട്ട് എത്താൻ ചാൻസസുകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പം ഇത് നമുക്ക് ഏത് ഭാഗത്തിൽ നിന്ന് വേണമെങ്കിലും ഉണ്ടാകാം. അത് വേണമെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിൽ നിന്നും പേഷ്യൻസിനോട്ട് ലഭിക്കുന്നതാകാം, ഇല്ലെങ്കിൽ പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് ലഭിക്കുന്നതാകാം. അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സ്ട്രാറ്റജിക് പ്ലാൻസുകളാണ് നമ്മുടെ ഹോസ്പിറ്റൽസുകൾ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ എന്താണ് ഒരു ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസുകൾ എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹെൽത്ത് അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസുകൾ എന്ന് പറയുന്നത് ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. ഈ കണ്ടീഷൻ റൈസ് ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നത് ഒരു മൈക്രോബിയൽ ഇൻവേഷൻ കാരണം കൊണ്ടാണ്. ഈ മൈക്രോബിയൽ ഇൻവേഷൻ നടന്നിരിക്കുന്നത് ഹോസ്പിറ്റലിലെ സ്റ്റേ ടൈമിലാണ്, ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടാണ്. പക്ഷേ നമുക്ക് എപ്പോഴും ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് നമുക്ക് അങ്ങനെയുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത് റെക്കോർഡിക്കലി നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകണം. ആ ഒരു കണ്ടീഷനിൽ നിന്നും മാറി ഹോസ്പിറ്റലിലെ സ്റ്റേ സമയത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന കണ്ടീഷൻസുകളെയാണ് നമ്മൾ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസുകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സുകളിലോട്ട് നോക്കാം. നെക്സ്റ്റ്,
എന്താണ് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസിൻ്റെ ഇമ്പോർട്ടൻസുകൾ? ഏറ്റവും ഫസ്റ്റായിട്ട് വരുന്നത് നമുക്കറിയാം, നമ്മുടെ കണ്ടീഷൻസുകൾ, ഒരു ഇൻഫെക്ഷൻസുകൾ പിന്നെയും നമ്മളെ ബാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡീനെ തന്നെ വേഴ്സൺ ചെയ്യാണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ എഫക്റ്റ് ചെയ്യും. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓവറോൾ ഹെൽത്ത് കണ്ടീഷൻസുകൾ ഡിക്ലൈൻ ചെയ്യാനാണ് ചാൻസസ്. അപ്പം ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസുകൾ നമ്മൾ ഫോളോ ചെയ്യപ്പെടുന്നത് ഒരു പേഷ്യൻ്റ് സേഫ്റ്റിക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹോസ്പിറ്റൽസുകൾ ഫങ്ഷൻ ചെയ്യുന്നത് തന്നെ പേഷ്യൻറ്റിൻ്റെ ഹെൽത്തിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ കണ്ടീഷൻസുകൾ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറിച്ച് നമ്മുടെ ഹോസ്പിറ്റൽസുകൾ ഒരു ഹോട്ട്സ്പോട്ടായി നമ്മുടെ സ്റ്റാഫുകളിൽ നിന്നും പിന്നെയും ക്രോസ് കണ്ടാമിനേഷൻസുകൾ വന്ന് ആ ഒരു പേഷ്യൻസിൻ്റെ ഹെൽത്ത് കണ്ടീഷൻസുകൾ ഡിക്ലൈൻ ചെയ്യുന്ന ഒരു ഏരിയ ആണെങ്കിൽ നമ്മുടെ പേഷ്യൻസുകൾ ഇങ്ങനെയുള്ളൊരു ഹോസ്പിറ്റൽസുകളെ സപ്പോർട്ട് ചെയ്യുകയോ ഇല്ലെങ്കിൽ പ്രിഫർ ചെയ്യാനോ ചാൻസസ് ഇല്ല. അപ്പം ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസുകൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് പേഷ്യൻ്റ് സേഫ്റ്റികൾ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രോസ് കണ്ടാമിനേഷൻസുകൾ പ്രിവെൻറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. പേഷ്യൻ്റ് മാത്രമല്ല ഒരു ഹോസ്പിറ്റലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നത്, അവിടുത്തെ സ്റ്റാഫുകളും. ഈ സ്റ്റാഫുകൾക്കും ഒരു പേഷ്യൻറ്റിൽ നിന്നും എന്താക്കാൻ പാടില്ല, ഇൻഫെക്ഷൻസുകൾ തിരിച്ച് ലഭിക്കാൻ പാടില്ല. ഒരു പേഷ്യൻറ്റിനെ പരിചരിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്. അത് ഡോക്ടേഴ്സ് ആകാം, നഴ്സസ് ആകാം, പാരാമെഡിക്കൽ സ്റ്റാഫുകളാകാം, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളാകാം, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളാകാം. പേഷ്യൻറ്റിൽ നിന്നും ഇവർക്കും ഈ ഒരു ഇൻഫെക്ഷൻസുകൾ ലഭിക്കാൻ പാടില്ല. അത് പ്രിവെൻറ്റ് ചെയ്യപ്പെടണം. അപ്പം അതാണ് ക്രോസ് കണ്ടാമിനേഷൻസുകൾ എന്ന് പറയുന്നത്. വേറൊരു പേഷ്യൻറ്റിനെ നോക്കിയത് കാരണം കൊണ്ട് ആ പേഷ്യൻറ്റിൻ്റെ ഇൻഫെക്ഷൻ വേറൊരു പേഷ്യൻസിനും കിട്ടാൻ പാടില്ല. ഇങ്ങനെയുള്ള കണ്ടീഷൻസുകൾ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസുകൾ ഫോളോ ചെയ്യപ്പെടുന്നത്. ഇനി ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുകൾ. നമുക്കൊരു ഇൻഫെക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആൻറ്റി മൈക്രോബിയൽസ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നു. ഇത് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസസ് കാരണം കൊണ്ട് ആ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുകൾ കൂടാൻ ചാൻസസ് ഉണ്ട്. ഈ സെൻസിറ്റിവിറ്റി കുറയുന്നതോട് കൂടിയിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസുകൾ വരുമ്പം നമുക്ക് ആ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ പവർ നമ്മുടെ ബോഡിയിൽ ഇല്ലാതായി പോവുകയാണ്. അതിന് പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുകയാണ്. അതോട് കൂടിയിട്ട് ആ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ലാതായി പോവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസുകൾ വരുമ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള മെഡിക്കേഷൻ യൂസസ് നമ്മുടെ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുകൾ കൂട്ടാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ആ ആൻറ്റി മൈക്രോബിയൽ മെഡിക്കേഷൻ നമുക്ക് ഫലമില്ലാതായി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസുകൾ വരുന്നത് കൊണ്ട് യൂസ് ചെയ്യപ്പെടുന്ന റെസിസ്റ്റൻസുകൾ ഇല്ലാതായി പോവാണ്. അപ്പം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നതോടുകൂടി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസുകൾ തടയാനും അതേപോലെ മെഡിക്കേഷൻസിൻ്റെ യൂസസ് നമുക്ക് ഡിക്ലൈൻ ചെയ്ത് കൊണ്ടുവരാനും പറ്റുന്നു. നെക്സ്റ്റ് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസുകൾ എങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് യൂണിവേഴ്സൽ പ്രിക്കോഷൻസുകളും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിക്കോഷൻസുകളുണ്ട്. യൂണിവേഴ്സൽ പ്രിക്കോഷൻസുകൾ എന്ന് പറയപ്പെടുന്നത് എല്ലാ പേഷ്യൻസും അതേപോലെ ഡോക്ടേഴ്സും എല്ലാവരും സ്വീകരിക്കേണ്ട കുറച്ച് മാർഗങ്ങളെയാണ് യൂണിവേഴ്സൽ പ്രിക്കോഷൻസുകൾ. നമ്മളുടെ കോവിഡ് ഔട്ട്ബ്രേക്കിൻ്റെ ടൈമിൽ നമ്മളെല്ലാവരും പരിചിതമായി കേട്ടതാണ് PPE കിറ്റുകൾ. എന്താണ് ഈ PPE കിറ്റുകൾ? PPE കിറ്റുകൾ എന്ന് പറയുന്നത് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻസുകളാണ്. നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസിൽ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന ഒരു ഏരിയയാണ് PPEൻ്റെ യൂസേജസ്. അപ്പോൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻസുകൾ യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഇൻഫെക്ഷൻ്റെ കണ്ടാമിനേഷൻസുകൾ പ്രിവെൻറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ പൊതുവേ യൂസ് ചെയ്യപ്പെടുന്നത് ഗ്ലൗസ്, മാസ്കുകൾ, ഗൗൺസുകൾ, ഹെഡ് ക്യാപ്പ്, IVSകളൊക്കെയാണ്. ഇനി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിക്കോഷൻസുകൾ എന്ന് പറയുന്നത് ഓരോ പെർട്ടിക്കുലർ പ്രൊസീജിയേഴ്സുകളോ അല്ലെങ്കിൽ ആക്ടിവിറ്റിയോ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ
മാക്സിമം ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് ആയിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രിക്കോഷൻസുകൾ. ഒരു സർജറി ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സുകൾ യൂസ് ചെയ്യപ്പെടുന്നത്, ഒരു പേഷ്യൻസിനെ നമ്മൾ പരിചരിക്കാൻ പോകുമ്പം യൂസ് ചെയ്യേണ്ട രീതികൾ, അപ്പം ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താക്കാം, ഇൻഫെക്ഷൻ കൺട്രോൾസുകൾ നമ്മുടെ വലയിലാക്കാൻ പറ്റും. ഇനി ട്രാൻസ്മിഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രിക്കോഷൻസുകൾ. നമുക്കറിയാം ഓരോ ടൈപ്പ് ഓഫ് പാത്തജൻസുകളും ഡിഫറെൻറ്റ് രീതികളിലാണ് അത് സ്പ്രെഡ് ആകുന്നത്. ഇപ്പം നമുക്ക് കോവിഡ് വന്ന സമയത്ത് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, നമ്മുടെ ഫുള്ളായിട്ട് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഗവൺമെൻറ്റ്സുകളും ഡിഫറെൻറ്റ് നേഷൻസുകളും ലോക്ക്ഡൗൺസുകൾ ഏർപ്പെടുത്തിയിട്ട് ജനങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസുകൾ മാക്സിമം കുറച്ചു. കാരണം ഇതിൻ്റെ ട്രാൻസ്മിഷൻ പാത്വേസുകൾ വളരെ ഫാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു പാൻഡമിക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഡിസീസ് കണ്ടീഷൻസുകൾ കൂടുന്നതിനനുസരിച്ച് കൺട്രോളബിലിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊരു ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയത്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പിന്നെയുള്ള ഇൻട്രാക്ഷൻസുകൾ വളരെ ലിമിറ്റഡ് ആയിട്ടായിരുന്നു. ആൾക്കാർക്ക് 1 മീറ്റർ അകലം പാലിച്ച് സ്വന്തം ഫാമിലി മെമ്പേഴ്സിനെ പോലും കാണാൻ പറ്റാത്ത സിറ്റുവേഷൻസുകളിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ട്രാൻസ്മിഷൻ പാത്വേസുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അതിന് പെർട്ടിക്കുലർ പ്രിക്കോഷൻസുകൾ എടുക്കുന്നതാണ് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസുകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഡിഫറെൻറ്റ് മെഷേഴ്സുകളിൽ നമ്മുടെ ഡിഫറെൻറ്റ് മെഷേഴ്സുകളിൽ പറയപ്പെടുന്നത് യൂണിവേഴ്സൽ പ്രിക്കോഷൻസുകളും സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസുകളും ടൈലർ മെയ്ഡ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രിക്കോഷൻസുകളുമാണ്. ഇനി നമ്മുടെ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസുകൾ, യൂണിവേഴ്സൽ പ്രിക്കോഷൻസിൽ വരുന്നത് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻസുകളാണ്. പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻസുകളിൽ വരുന്ന ഡിഫറെൻറ്റ് എക്യുപ്മെൻസുകൾ നമുക്ക് നോക്കാം. ഗ്ലൗസുകൾ, ഐവേസുകൾ, മാസ്ക്, ഏപ്രൺസുകൾ, ഗൗൺ, ഗംബൂട്ട്സുകൾ ഇല്ലെങ്കിൽ ഷൂ കവേഴ്സ്, ക്യാപ്പ്, ഹെയർ കവറുകൾ. നെക്സ്റ്റ് ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസസുകളാണ്. നമ്മുടെ ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസസുകൾ നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസസുകൾ നമുക്കും അതേപോലെ തന്നെ ക്രോസ് കണ്ടാമിനേഷൻസിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്. എൻവയോൺമെൻറ്റൽ ആൻറ്റി മൈക്രോബിയൽ സ്റ്റിവാർഡ്ഷിപ്പ് പ്രോഗ്രാംസുകൾ. അപ്പം ഫസ്റ്റ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സിൻ്റെ യൂസേജുകളാണ്. രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസസുകളാണ്. എൻവയോൺമെൻറ്റൽ ക്ലീനിങ്സുകളാണ്. എൻവയോൺമെൻറ്റൽ ക്ലീനിങ്സുകളിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസലുകൾ പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു. നെക്സ്റ്റ് ആൻറ്റി മൈക്രോബിയൽ സ്റ്റിവാർഡ്ഷിപ്സുകളാണ്. നമ്മൾ ഒരു ചെറിയൊരു അസുഖം വരുമ്പോഴത്തേക്കും ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വെറുതെ ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നതിന് പകരം പ്രോപ്പറായിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസുകൾ കഴിക്കുന്നത് കൊണ്ട് സെൻസിറ്റിവിറ്റികൾ നിലനിർത്താൻ പറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താകാം, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൂടി വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ മരുന്നുകൾ പിന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായി മാറാം. നെക്സ്റ്റ് സ്ട്രാറ്റജീസിൽ പറഞ്ഞിട്ടുണ്ടായത് നമ്മുടെ ഹാൻഡ് വാഷിംഗ് ടെക്നിക്കുകളാണ്. ഈ ഹാൻഡ് വാഷിംഗ് ടെക്നിക്കുകൾ നമുക്ക് 7 സ്റ്റെപ്പുകളിലായിട്ടാണ് പ്രോപ്പറായിട്ടുള്ള ഒരു ഹാൻഡ് വാഷ് ചെയ്യപ്പെടുന്നത്. അപ്പം നമുക്ക് കാണാം, ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ 2 ആംസുകളുടെയും ഇന്നർ ഭാഗങ്ങളാണ് ഫസ്റ്റ് സോക്ക് ചെയ്ത് സോപ്പ് ഇട്ടതിന് ശേഷം വാഷ് ചെയ്യേണ്ട ഏരിയാസുകൾ. വൺസ് നമ്മുടെ പാമിൻ്റെ ഇന്നർ ഭാഗങ്ങൾ വാഷ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മുടെ ഔട്ടർ ഏരിയാസുകളാണ്. അതും ഫിംഗർ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മുടെ 2 ഔട്ടർ ഏരിയാസുകളും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്നർ ഏരിയാസിൻ്റെ ഫിംഗേഴ്സുകൾ ക്രോസ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർത്ത് സ്റ്റെപ്സുകൾ നമ്മുടെ നെയിൽ ഏരിയാസുകൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നെയിൽ ഏരിയാസ്, 2 പാമിൻ്റെയും നെയിൽ ഏരിയാസ്. ഹാൻഡ് വാഷിംഗ് ടെക്നിക്കുകൾ 7 സ്റ്റെപ്സുകളിലായിട്ടാണ് നമ്മൾ പറയപ്പെടുന്നത്. ഏറ്റവും ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ടത് ഹാൻഡിനെ സോക്ക് ചെയ്ത് അതിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സോപ്പോ അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻറ്റോ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാൻ ഫോളോ ചെയ്യേണ്ടത് 7 സ്റ്റെപ്പുകളാണ്. ഈ 7 സ്റ്റെപ്പുകളിൽ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യപ്പെടേണ്ടത് എടുത്ത സോപ്പിനെ പാമിൻ്റെ ഇന്നർ ഏരിയാസ് ഫുള്ളായിട്ട് റബ്ബ് ചെയ്യുക എന്നുള്ളതാണ്. വൺസ് ഇന്നർ ഏരിയാസുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ഫിംഗേഴ്സുകൾ ക്രോസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്.
തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഔട്ടർ ഏരിയാസുകൾ നമ്മൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിംഗറിൻ്റെ ബാക്ക് ഏരിയാസുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തമ്പ് ഏരിയാസുകൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. സിക്സ്ത് സ്റ്റെപ്പ് നമ്മുടെ നെയിൽ ഏരിയാസുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെവൻത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റിസ്റ്റ് ഏരിയാസുകൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ വെള്ളം എടുത്ത് ഹാൻഡിനെ സോക്ക് ചെയ്ത് സോപ്പുകൾ എടുത്തു, സോപ്പ് വെച്ചിട്ട് നല്ലോണം ഫോം ചെയ്തതിന് ശേഷം നമ്മൾ ഇന്നർ ഏരിയാസുകൾ ക്ലീൻ ചെയ്ത് ഔട്ടർ ഏരിയാസുകൾ ക്ലീൻ ചെയ്ത് ഇൻ്റർലോക്കുകൾ ക്ലീൻ ചെയ്തു, ഫിംഗറിൻ്റെ ബാക്ക് സൈഡ്സുകൾ ക്ലീൻ ചെയ്തു, അതേപോലെ തന്നെ തമ്പ് ഏരിയാസുകൾ ക്ലീൻ ചെയ്തു, നെയിൽ ഏരിയാസുകൾ ക്ലീൻ ചെയ്യുക, ലാസ്റ്റ് നമ്മൾ റിസ്റ്റ് ഏരിയാസുകൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സ്റ്റെപ്സുകൾ ഫോളോ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഹാൻഡിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഇൻഫെക്ഷൻസുകൾ നമുക്ക് മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പേഷ്യൻറ്റിനെ നമ്മൾ പരിചരിക്കുമ്പോൾ അവരുടെ ഇൻഫെക്ഷൻസുകളും മൈക്രോബ്സുകളും നമ്മളെ ഹാൻഡിൽ പറ്റിപ്പിടിക്കാനുള്ള ചാൻസസ് 99% ഉറപ്പാണ്. അപ്പം ഇത് നമുക്ക് വേറൊരു പേഷ്യൻസിന് നമ്മൾ സ്പ്രെഡ് ചെയ്യാതിരിക്കാനും അറ്റ് ദ സെയിം ടൈം നമുക്ക് തന്നെ ഈ ഒരു ഇൻഫെക്ഷൻസുകൾ വരാതിരിക്കാനും നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ്. ഇനി എപ്പോഴൊക്കെയാണ് നമ്മളൊരു ഹാൻഡ് വാഷിങ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മളൊരു പേഷ്യൻറ്റിനെ തൊടുന്നതിന് മുന്നേ ആയിട്ട്, ബിഫോർ ടച്ചിങ് എ പേഷ്യൻറ്റ്. രണ്ടാമത്തത് ആഫ്റ്റർ ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ റിസ്കുകൾ. ഏതെങ്കിലും ഒരു ബോഡി ഫ്ലൂയിഡുമായിട്ട് നമ്മുടെ ഹാൻഡിന് എക്സ്പോഷർ റിസ്കുകളോ ഇല്ലെങ്കിൽ ചാൻസസോ ഉണ്ടായിട്ടുണ്ടാകാം. തേർഡ് വൺ എന്ന് പറയുന്നത് ബിഫോർ ക്ലീൻ ഓർ അസെപ്റ്റിക് പ്രൊസീജിയേഴ്സുകൾ. ഫോർത്ത് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യൻറ്റിനെ ടച്ച് ചെയ്തതിന് ശേഷം. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് പേഷ്യൻ്റ് സറൗണ്ടിങ്സുകൾ ടച്ച് ചെയ്തതിന് ശേഷം. അപ്പം നമുക്കറിയില്ല, മൈക്രോബ്സുകൾ നമ്മുടെ നേക്കഡ് ഐസിന് ഇൻവിസിബിൾ ആണ്. ഏതൊക്കെ പേഷ്യൻ്റ് സറൗണ്ടിങ്സ് എവിടെയൊക്കെയാണ് മൈക്രോബിൻ്റെ പ്രസൻസ് ഉള്ളത് എന്ന് നമുക്ക് വിസിബിളി കാണാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ചാൻസസുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു പേഷ്യൻറ്റുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് തുടങ്ങുന്നതിനും അവസാനിക്കുന്നതിനും ശേഷം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഹാൻഡ് വാഷിംഗ് ടെക്നിക്സുകൾ യൂസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്സുകളെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്ന് പറയുന്നത്? ഒരു ഹോസ്പിറ്റലിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളെയാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽസിൽ ഡെയിലി ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകൾ ടൺ കണക്കിനാണ്. ഈ ടൺ കണക്കിനുള്ള വേസ്റ്റുകൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡിസ്പോസൽ മെത്തേഡ്സുമായി ഡിസ്പോസ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് എൻവയോൺമെൻറ്റിനും നമ്മുടെ പബ്ലിക്കിനും തന്നെ ഒരു മേജർ ഡിസാസ്റ്റർ ആയിട്ട് മാറാൻ ചാൻസസ് ഉണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പറായിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ്സുകളും ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത് നോക്കാം. Biomedical waste refers to any waste generated during the diagnosis, treatment, or immunization in healthcare facilities, including infectious, pathological, sharps, pharmaceutical, and chemical waste. അപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്ന് പറയപ്പെടുന്നത് ഹോസ്പിറ്റലിൽ ജനറേറ്റ് ചെയ്യപ്പെട്ട എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകളെയാണ് നമ്മൾ എന്താക്കുന്നത് ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഉൾപ്പെടുന്നത് ഇൻഫെക്ഷ്യസ് വേസ്റ്റുകളാകാം, പാത്തോളജിക്കൽ വേസ്റ്റുകളാകാം, ഷാർപ്സ് കണ്ടെയ്നേഴ്സുകളാകാം, ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകളാകാം, കെമിക്കൽ വേസ്റ്റുകളാകാം. ഇൻഫെക്ഷ്യസ് വേസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് സാമ്പിൾസുകൾ ഉണ്ടാകാം, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ബാക്കിയുള്ള സാമ്പിൾസുകൾ ഉണ്ടാകാം. പാത്തോളജിക്കൽ വേസ്റ്റുകൾ ഒരു പേഷ്യൻറ്റിൻ്റെ മുറിവുകൾ പറ്റിയപ്പോൾ അവിടെ നിന്ന് എക്സസൈസ് ചെയ്ത ഭാഗങ്ങളാകാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗണിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തതാകാം. ഷാർപ്പായിട്ടുള്ള പേഷ്യൻറ്റിന് യൂസ് ചെയ്യപ്പെട്ട ബ്ലേഡ്സുകൾ, നീഡ്സുകൾ, എക്സ്പയറി ആയിട്ടുള്ള മെഡിക്കേഷൻസുകളാകാം, അല്ലെങ്കിൽ കെമിക്കൽ സ്ട്രക്ചേഴ്സുകളാകാം. അപ്പം ഇങ്ങനെയുള്ള എല്ലാ വേസ്റ്റുകളും നമുക്ക് എന്താക്കണം, പ്രോപ്പർ വേയിൽ വേണം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പ്രോപ്പർ വേയിൽ ഡിസ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഫസ്റ്റ് ടൈം ഇത് എൻവയോൺമെൻറ്റിന് ഒരു ഹസാർഡായി മാറാൻ ചാൻസസ് ഉണ്ട്.
അതേപോലെ തന്നെ ഇത് എക്സ്പോഷർ വരുന്ന ഇൻഡിവിജ്വൽസിനും ഇതെന്താകാം, ഇതൊരു ഹസാർഡായി മാറുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഒരു ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വേസ്റ്റുകൾ നമ്മൾ പ്രോപ്പർലി ഡിസ്പോസ്ഡ് അല്ലെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇത് ക്രോസ് കണ്ടാമിനേറ്റഡ് ആകാൻ ചാൻസസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഡിസ്പോസ് അൺഎത്തിക്കൽ വേയിൽ ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതിന് റിലേറ്റഡ് ആയി നിൽക്കുന്നവർക്ക് എന്താകാം, ഈ ഒരു ഇഷ്യൂസുകൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസുകൾ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റുകൾ എങ്ങനെയാണ് നമ്മൾ നടത്തപ്പെടുന്നത്. അപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ജനറേറ്റ് ചെയ്യപ്പെട്ട വേസ്റ്റുകളെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യപ്പെടുന്നത്, അതിന് ഡിസ്പോസൽസുകൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യണം, എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെഗ്രിഗേഷൻസുകളാണ്. സെഗ്രിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെട്ട വേസ്റ്റുകൾ പ്രോപ്പറായിട്ടുള്ള ഡിസ്പോസൽസുകൾക്ക് വേണ്ടിയിട്ട് കാറ്റഗറൈസ് ചെയ്യുക, നമ്മൾ വേർതിരിച്ചെടുക്കുന്നതിനെയാണ് സെഗ്രിഗേഷൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസുകൾ നമുക്കൊന്ന് ഈസി ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ടാണ്, രണ്ടാമതായിട്ട് പ്രോപ്പർ ഡിസ്പോസൽ മെത്തേഡ്സുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ്. പേഷ്യൻറ്റിൽ യൂസ് ചെയ്ത കോട്ടൺ സ്വാബുകളൊക്കെ ആണെങ്കിൽ ഇത് ഇൻഫെക്ഷൻസുകൾ പടരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഒരു ബോഡി ഫ്ലൂയിഡുമായിട്ടുള്ള കോണ്ടാക്ട്സുകൾ ഡയറക്റ്റ് സംഭവിച്ചതുകൊണ്ട് ഇതിനെ അൺഎത്തിക്കൽ വേസുകൾ ഇല്ലെങ്കിൽ ഒരു ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫുകൾ പ്രോപ്പറായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാതെ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതിൽ നിന്ന് ഇൻഫെക്ഷൻസുകൾ സ്പ്രെഡ് ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനെ പ്രോപ്പറായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് ക്ലോസർ ചെയ്തിട്ട് വേണം ഇത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെഗ്രിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കളർ കോഡിങ്സുകളുണ്ട്, അതേപോലെ കാറ്റഗറീസ് ഓഫ് വേസ്റ്റുകളും ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ ടൈപ്പ് ഓഫ് കാറ്റഗറീസുകളാണ് വേസ്റ്റിൽ നമ്മൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. നമുക്ക് 10 കാറ്റഗറീസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റുകളാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൽ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റുകളാണ്. ഇതിൽ ഹ്യൂമൻ ടിഷ്യൂസുകളാകാം, ഓർഗൻസുകളാകാം, ബോഡി പാർട്സുകളാകാം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അനിമൽ വേസ്റ്റ് അല്ലെങ്കിൽ അനിമൽ ടിഷ്യൂസുകളാണ്. അത് ബോഡി പാർട്സുകളാകാം, കാർക്കേസസ് ആകാം, ബ്ലീഡിംഗ് പാർട്സുകളാകാം. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റുകളാണ്. ഇത് ലബോറട്ടറി കൾച്ചേഴ്സിൽ നിന്നും സ്റ്റോക്ക് സ്പെസിമെൻസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസുകളിൽ നിന്നും വാക്സിൻസുകൾ അല്ലെങ്കിൽ കൾച്ചർ സെൽസുകളിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റുകളിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി വേസ്റ്റ് ഷാർപ്പുകളാകാം, അത് നീഡിൽസ്, സിറിഞ്ചസ്, സ്കാൽപ്പൽസ്, ബ്ലേഡ്സ്, ഗ്ലാസസ് എക്സെട്ര. കാറ്റഗറി നമ്പർ 5 വരുന്നത് ഡിസ്കാർഡഡ് മെഡിസിൻസും സൈറ്റോടോക്സിക് ആയിട്ടുള്ള ഡ്രഗ്സുകളാണ്. അത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ് ആകാം, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആകാം, നമ്മൾ ഒഴിവാക്കിയ മെഡിസിൻസുകളാവാം. 6 എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകളാണ്. അത് നമ്മുടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ബോഡി അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള കോട്ടൺ ഡ്രസ്സിങ്സ്, പ്ലാസ്റ്റേഴ്സുകളാണ് സോളിഡ് വേസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. 7 എന്ന് പറയുന്നത് സോളിഡ് വേസ്റ്റുകൾ തന്നെയാണ്. ഇത് പക്ഷേ എന്താണ്, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റംസുകളാണ് എക്സെപ്റ്റ് നമ്മളെ ഷാർപ്പുകൾ. ഷാർപ്പ് കണ്ടെയ്നേഴ്സ്, അതായത് ഷാർപ്പായിട്ടുള്ള സിറിഞ്ചസോ അല്ലെങ്കിൽ ബ്ലേഡ്സുകളോ ഒഴിവാക്കിയിട്ടുള്ള സോളിഡ് വേസ്റ്റുകളെയാണ് നമ്മൾ കാറ്റഗറി നമ്പർ 7 ഉൾപ്പെടുത്തുന്നത്. കാറ്റഗറി നമ്പർ 6 എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോളിഡ് വേസ്റ്റുകളാണ്. 7 എന്ന് പറയുന്നത് നമ്മുടെ സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ, അത് കാത്തറ്റേഴ്സും ട്യൂബിങ്സുകളുമാണ്. അതിൽ നമ്മുടെ സിറിഞ്ചസോ ഇല്ലെങ്കിൽ ബ്ലേഡ്സുകളോ ഉൾപ്പെടുത്താതെ. കാറ്റഗറി നമ്പർ 8 വരുന്നത് ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റുകളാണ്. അത് നമ്മുടെ വാഷിംഗ് വേസ്റ്റുകളാകാം, ലബോറട്ടറി വേസ്റ്റുകളാകാം, ഹൗസ് കീപ്പിംഗിന് ഡിസ്ഇൻഫെക്റ്റീവ് വേസ്റ്റുകളാകാം. കാറ്റഗറി നമ്പർ 9 വരുന്നത് ഇൻസിനറേഷൻ ആഷസുകളാണ്. നമ്മുടെ ഒരു ഡിസ്പോസൽ മെത്തേഡ്സുകൾ, അതായത് നമ്മൾ ഫയർ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന വേസ്റ്റുകളാണ് ഇൻസിനറേഷൻ ആഷസുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കാറ്റഗറി 10 ആണ്. കെമിക്കൽ വേസ്റ്റുകളാകാം. ഇത് ബയോളജിക്കൽ കെമിക്കലോ അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ഷൻസിനോ ഇൻസെക്ടിസൈഡ്സുകളോ ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്ന നമ്മുടെ കെമിക്കൽസുകളെയാണ് കെമിക്കൽ വേസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്
ഈ കാറ്റഗറി ഓഫ് വേസ്റ്റുകളെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സംഭവമാണ് വേസ്റ്റ് ബാസ്ക്കറ്റ്സിന് ഡിഫറെൻറ്റ് കളർഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ടാകുന്നത്. ഈ കളർഫുൾ ആയി കൊടുക്കുന്നത് എന്തിനാണ്? കാണാൻ രസത്തിന് വേണ്ടിയിട്ടാണ്? ഒരിക്കലുമല്ല. ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സെഗ്രിഗേഷനാണ് ഈ കളർ കോഡിങ്സുകളിലൂടെ ഹോസ്പിറ്റൽസിൽ ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ കളർ കോഡിങ്സുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, എന്ത് ടൈപ്പ് ഓഫ് വേസ്റ്റുകളാണ് നമ്മൾ ഇതിൽ ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നുള്ള ഗൈഡ് ലൈൻസുകളുണ്ട്. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട്. നമ്മുടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യയിൽ ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള IMA അസോസിയേഷൻ്റെ ഒരു ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോസ് ഫ്രണ്ട്ലി. നമ്മൾ ഹോസ്പിറ്റലിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകൾ നമ്മൾ പ്രോപ്പറായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് IMA അതോറിറ്റീസിന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ പ്രോപ്പറായിട്ടുള്ള ഡിസ്പോസുകൾ നടത്തി നമുക്ക് അതിന് വൗച്ചേഴ്സുകൾ നൽകുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേസ്റ്റ് ഹാൻഡ്ലിങ് ഒരു ഹെക്ടിക് പ്രോസസ്സായി മാറുന്നില്ല. അതിനുള്ള പ്രോപ്പർ മന്ത്ലി പേയ്മെൻറ്റ്സുകൾ നമ്മൾ അവർക്ക് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറീസുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യെല്ലോ കളർ കോഡിങ്സുകളാണ്. യെല്ലോ കളർ കോഡിങ്സിൽ നമ്മൾ പ്ലാസ്റ്റിക് ബാഗ്സുകളാണ് യൂസ് ചെയ്യപ്പെടുന്നത്. ഇവിടെ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, അതേപോലെ കാറ്റഗറി 6കളാണ്. ഇതിനെ നമ്മൾ ഡിസ്പോസൽ ചെയ്യപ്പെടുന്നത് ഏതർ ഇൻസിനറേഷൻസ് വഴിയോ അല്ലെങ്കിൽ ഡീപ് ബറിയൽ വഴിയോ ആയിരിക്കും. കാറ്റഗറി 2ൽ റെഡ് കളറുകളാണ് വരുന്നത്. റെഡ് കളർ വേസ്റ്റ് ഡിസ്പോസൽസുകൾ നമ്മൾ യൂസ് ചെയ്യപ്പെടുന്നത് കണ്ടെയ്നേഴ്സോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗ്സുകളാണ്. ഇതിൽ വരുന്നത് കാറ്റഗറി 3, കാറ്റഗറി 6, അതേപോലെ കാറ്റഗറി 7ൽ വരുന്ന ഐറ്റംസുകളാണ്. ഓട്ടോക്ലേവിങ് ചെയ്യാം, മൈക്രോവേവ് ചെയ്യാം, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സുകൾ ചെയ്യാം. ഇനി വൈറ്റ് കളറിൽ വരുന്നത് നമുക്ക് ഷാർപ്പ് കണ്ടെയ്നർ ബോക്സുകളാണ്. ഇത് പങ്ക്ചർ പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സുകളാണ്. കാരണം ഓൾറെഡി നമ്മുടെ ഐറ്റംസുകൾ ഷാർപ്പാണ്. നമ്മൾ പ്ലാസ്റ്റിക് ബാഗ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പ്ലാസ്റ്റിക്സിനെ പങ്ക്ചർ ചെയ്തിട്ട് പുറത്തോട്ട് പോകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസുകൾ കൊണ്ടുവേണം ഈ കണ്ടെയ്നേഴ്സുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേസ്റ്റ് നമ്മൾ യൂസ് ചെയ്യപ്പെടുന്നത് കാറ്റഗറി 4ൽ വരുന്ന വേസ്റ്റുകളാണ്. അപ്പം ഇതിന് നമ്മൾ ഓട്ടോക്ലേവിങ്, മൈക്രോവേവിങ്, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഓർ ഷ്രെഡിങ് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് കളറിൽ നമുക്ക് പ്ലാസ്റ്റിക് ബാഗ്സുകളാണ് യൂസ് ചെയ്യപ്പെടുന്നത്. കാറ്റഗറി 5ലാണ് നമ്മൾ യൂസ് ചെയ്യപ്പെടുന്നത്. ഇൻസിനറേഷൻസുകൾ ചെയ്യാൻ പറ്റും. ഗ്രീൻ കളറിൽ നമ്മൾ പ്ലാസ്റ്റിക് ബാഗ്സുകളാണ്, കോമൺ ആയിട്ടുള്ള വേസ്റ്റുകളാണ്. കാറ്റഗറി 5, 9, അതേപോലെ 10 വേസ്റ്റുകളാണ്. ഇതിൽ ഡിസ്പോസ്ഡ് ഇൻ ലാൻഡ് ഫില്ലിംഗ് ആണ്. നമ്മൾ കുഴിച്ചിടുകയാണ് പൊതുവെ ചെയ്യുന്നത്. സാധാരണ രീതികളിലല്ല, ഇതിനും നമുക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള വേയിലുണ്ട് ലാൻഡ് ഫില്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. അപ്പോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസുകളും ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസും അതേപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്സുകളുമാണ്. നിങ്ങളുടെ ഫർദർ ക്ലാരിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് സെഷൻസുകളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാവുന്നതാണ്. ഈ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ലൈവ് സെഷൻസുകളിൽ ചോദിക്കാൻ മറക്കരുത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.